സച്ചിവതിയുടെയും പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി ആ കാണേണ്ട കാഴ്ച തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ സുധി പാർക്കിൽ ഡെയിലി വന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് സച്ചി അവിടെ നിന്ന് മറഞ്ഞു നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം സുധിയാണെങ്കിലും അവിടെ ഇരുന്ന് കടല കൊറിക്കുന്നതും റോക്കറ്റ് പറത്തി കളിക്കുന്നതും അതുപോലെ അവിടെ ആ കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ആ സാധനങ്ങളിലൊക്കെ കളിക്കുന്നതും ഒക്കെ സച്ചി ഒരു ഭയങ്കര കൗതുകത്തോടു കൂടി ഇവൻ ഒരു മാറ്റവും ഇല്ലല്ലോ, ഇവൻ ഇങ്ങനെയുള്ള ഒരുത്തനാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം സെക്യൂരിറ്റി ചേട്ടൻ വന്നിട്ട് സച്ചിയോട് ചോദിച്ചു, എന്താ മോനെ ഇത് കഴിഞ്ഞില്ലേ? അല്ല കഴിഞ്ഞിട്ടില്ല, എനിക്ക് ഇത് വെച്ചിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടിയിട്ടാ ചേട്ടാ. എന്തായാലും ഇവൻ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ കാണിക്കുന്നതെന്നൊക്കെ ഒന്ന് അറിയണമല്ലോ. അങ്ങനെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞതനുസരിച്ച് ആ ഒരു ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും സച്ചി വീഡിയോയിൽ പിടിക്കുക. അപ്പൊ സച്ചി ആണെങ്കിലും എന്തായാലും ഇന്നത്തെ ദിവസം സുധിയുടെ കാര്യം പോക്കാണെന്നുള്ളത് അവിടെ വെച്ചങ്ങ് തീരുമാനമാക്കുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഇവനെ പൊളിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരുടെയും മുന്നിൽ ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ദാ നമ്മുടെ സുധി ആ 10 മണിക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് പുള്ളിക്കാരൻ ഒരു 12:30 ആയപ്പോഴത്തേക്കിനും ആ പിള്ളേര് കളിക്കുന്ന സാധനത്തിലൊക്കെ കയറി കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 2-3 തവണയൊക്കെ ഇങ്ങനെ സ്ലൈഡറിൽ കയറി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുധിക്ക് നല്ല വിശപ്പ് തോന്നിയിട്ടോ. അതുകൊണ്ട് തന്നെ അവൻ കൂട്ടുകാരനോട് പറഞ്ഞു, എടാ നല്ല വിശപ്പ്, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കളിച്ചാലോ? ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ്റെ കൂട്ടുകാരനും അതുപോലെ സുധിയും കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ രേവതി ഉണ്ടാക്കി കൊടുത്ത കറികളാണ് സുധി കൊണ്ടുപോകുന്നത്. ഈ കറികൾ പരസ്പരം പങ്കുവെച്ചിട്ട് ആ കറിയുടെ ടേസ്റ്റിനെ കുറിച്ചൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നമ്മുടെ സച്ചി ഇതൊക്കെ വീഡിയോയിൽ എടുക്കുകയാണ്. എന്നിട്ട് സച്ചി ഇങ്ങനെ ആലോചിച്ചു, എന്തൊരു കഷ്ടമാണ്, ഇവൻ ഇത്രയും നാളും എത്ര ആൾക്കാരെയാ പറ്റിച്ചുകൊണ്ടിരുന്നത്. ഇവൻ നല്ല ഒന്നാന്തരം ഒരു ഫ്രോഡാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അവൻ എൻ്റെ രേവതിയെ കൊണ്ട് വെളുപ്പാങ്കാലത്തെ ചോറും പൊതി കെട്ടിച്ച് അവൻ്റെ അമ്മയെയും പറഞ്ഞു പറ്റിച്ച് ഭാര്യയെയും പറഞ്ഞു പറ്റിച്ച് ഇപ്പം അതാ ജോലി ചെയ്യുകയാണെന്നും പറഞ്ഞ് അവരെല്ലാവരും വീട്ടിൽ കാത്തിരിക്കുമായിരിക്കും. എന്തായാലും ഇവന്റെ കള്ളക്കളി ഇന്നത്തോടു കൂടി പൊളിച്ചെടുക്കണമെന്ന് പറഞ്ഞ് സച്ചി അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനാണെങ്കിലോ സച്ചി കൊടുത്ത പോസ്റ്ററുകൾ ഓരോന്നും ഓരോ ആൾക്കാർക്കും ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ സച്ചിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എൻ്റെ മോനെ ഇത് കഴിഞ്ഞില്ലേ? ഇല്ല ചേട്ടാ കഴിഞ്ഞിട്ടില്ല. ഇവൻ എപ്പോഴാ ചേട്ടാ ഇവിടുന്ന് ഇറങ്ങുന്നത്? എടാ മോനെ ഇവനെ ഇനി ഇപ്പം ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞില്ലേ, ഇനി കുറച്ച് സമയം കഴിയുമ്പം അവൻ നല്ല ഒരു ഉറക്കം ഉറങ്ങും. അത് കഴിഞ്ഞ് ഒരു 3-3:30 മണിയാകുമ്പോഴത്തേക്കിനും അവൻ പതുക്കെ എഴുന്നേക്കും. പിന്നീടാണെങ്കിലോ ആ കാണുന്ന കടയിൽ അവന് പറ്റുവരെ ഉണ്ട് മോനെ. അവിടെ 10-300 രൂപ എന്തോ പറ്റി വെച്ചിട്ടുണ്ടെന്ന് ആ കടക്കാരൻ പറയുന്നത് കേട്ടു. എന്തായാലും അവിടെ പോയി ചായയും ബജിയും ഒക്കെ വാങ്ങിച്ച് അതുമൊക്കെ കഴിച്ച് ഒരു 5 മണി ആകുന്ന സമയത്തെ അവൻ ഇവിടുന്ന് പോകുള്ളൂ. എന്തായാലും ഇതവൻ ഒരു 3 മാസമായിട്ട് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് കൂടി സച്ചിയോട് ആ ചേട്ടൻ പറഞ്ഞു. എന്നിട്ട് സച്ചിയാണെങ്കിൽ ഇവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മുടെ സുധിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സുധിയുടെ ഫോട്ടോ ഇങ്ങനെ എടുത്തു വെക്കുക. അങ്ങനെ എല്ലാ വീഡിയോസും എടുത്തു. നിനക്കിന്ന് കോളാണ് പൊന്നുമോനെ എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് പോവുക. വളരെ സന്തോഷത്തിലാണ് നമ്മുടെ സച്ചി തിരികെ വീട്ടിലെത്തുന്നത്. അങ്ങനെ വീട്ടിലെത്തിയതും അച്ഛനെയും അമ്മയെയും അതുപോലെ ശ്രുതിയെയും വർഷയെയും ശ്രീകാന്തിനെയും ഒക്കെ വിളിക്കുകയാണ് സച്ചി. രേവതി നീ എവിടെയാണെന്നും ഒക്കെ ചോദിച്ച് രേവതിയെ കൂടി അവിടെ പിടിച്ചു നിർത്തി. എല്ലാവരും ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം? സച്ചി ആണെങ്കിൽ നല്ല സന്തോഷത്തിലാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് ഇതൊന്നും തീരെ പിടിക്കുന്നുമില്ല. ചന്ദ്ര വന്നിട്ടാണെങ്കിലും ഇവൻ എന്തെങ്കിലും വട്ട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവൻ ആരെങ്കിലും തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പം ഈ വിളിച്ചു കൂട്ടുന്നത്. എന്തായാലും എനിക്ക് മറ്റു പണികളുണ്ടെന്നും പറഞ്ഞ് ചന്ദ്രമതി അകത്തേക്ക് പോവുക. ഈ സമയമാണെങ്കിൽ സച്ചി പറഞ്ഞു, അയ്യോ പോവരുത്, ദേ ഇപ്പം ഞാനൊരു കാര്യം കാണിച്ചു തരാം. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടൻ അഭിനയിച്ച സിനിമ ഞാൻ ഈ TV-യിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സച്ചി അവൻ്റെ മൊബൈൽ ഫോണും ആ TV-യും തമ്മിൽ അങ്ങ് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയം ശ്രുതി പറഞ്ഞു, എന്താ സച്ചി ഇത്, എന്താ നിന്റെ പ്രശ്നം? ഏത് നേരം എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമല്ലോ. അല്ല പാർലറമ്മേ, നിങ്ങളുടെ ഭർത്താവ് എത്തിയോന്ന് ചോദിക്കുക. ഇല്ല ശ്രുതി വന്നിട്ടില്ലല്ലോ. ഇനി എന്താ ശ്രുതിയെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യമാണോ? ഏയ് അതൊന്നും അല്ല. ഇപ്പം നിങ്ങൾ എന്ത് കാര്യമാണേലും നിങ്ങൾക്ക് നേരി കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകുമല്ലോ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സച്ചി ആ വീഡിയോ പ്ലേ ചെയ്യാൻ നോക്കുക. ചന്ദ്രമതിക്കാണെങ്കിൽ നല്ല ദേഷ്യം വന്നു. എൻ്റെ പൊന്നു പിള്ളേരെ എല്ലാവരും റൂമിലേക്ക് പോയിക്ക്, ഇവൻ്റെ തലയ്ക്ക് ഓളമാണെന്നും പറഞ്ഞു ചന്ദ്രമതി എല്ലാവരെയും റൂമിലേക്ക് പറഞ്ഞു വിടാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സച്ചി പറഞ്ഞു, അതെ ഇത്രയും കാലവും ഈ ശ്രുതി എന്ന് പറയുന്ന മാഡത്തിൻ്റെ ഭർത്താവ് എന്തും പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്.
ഏതോ ഒരു കമ്പനിയിൽ നല്ല ജോലിയാണെന്നല്ലേ, എന്താ അത് സെയിൽസ് മാനേജർ അല്ലേ? എന്തായാലും അവന്റെ സെയിൽസ് പരിപാടി എന്താണെന്നുള്ളത് ഇന്നത്തോടു കൂടി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ചന്ദ്രമതിക്ക് ടെൻഷനായി. സുധിയെ കുറിച്ചിട്ടുള്ള എന്തോ ചില കാര്യങ്ങളാണ് ഇവനിവിടെ പൊളിച്ചെടുക്കാൻ പോകുന്നത്. എന്തായാലും ശ്രുതി ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രമതി പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, ഇവന് ഭ്രാന്താണ്. ഇവൻ പറയുന്ന ഒരു കാര്യവും മോള് കേൾക്കണ്ട, മോള് റൂമിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. ശ്രുതി ആണെങ്കിൽ പോവാൻ തുടങ്ങിയതും പോവല്ലേ പോവല്ലേ, ആര് കണ്ടില്ലേലും ഇത് കാണേണ്ടത് പാർലറമ്മയാണ്. അതുകൊണ്ട് പാർലറമ്മ അവിടെ നിന്ന് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്നും പറഞ്ഞ് അവൻ ആ ഒരു വീഡിയോ പ്ലേ ചെയ്തു. ഇപ്പൊ ഉണ്ടല്ലോ സമയം 10 മണി. സുധിയും സുധിയുടെ കൂട്ടുകാരനും പാർക്കിൽ എത്തിയിരിക്കുകയാണ്. കണ്ടോ, പാർക്കിലിരുന്ന് കാണിക്കുന്നത് കടല കുറയ്ക്കുന്നതും അതുപോലെ 11 മണിയാകുമ്പോഴത്തേക്കിനും അങ്ങോട്ടും ഇങ്ങോട്ടും റോക്കറ്റ് പറത്തി കളിക്കുന്നതും, അതേപോലെ തന്നെ നമ്മുടെ സുധിയും അതിൻ്റെ കൂട്ടുകാരനും കൂടി 1 മണിയാകുമ്പോഴത്തേക്കിനും ഭക്ഷണം കഴിക്കുന്നതും അവിടെ ഇരുന്ന് കളിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ സച്ചി ആ വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ ചന്ദ്രമതി ഉൾപ്പെടെയുള്ള ആൾക്കാർ വായും പൊളിച്ച് നിൽക്കുക. അപ്പൊ ഇത്രയും നാളും ഇവൻ പറ്റിക്കുമായിരുന്നല്ലേ എന്ന് രവി പറയാൻ തുടങ്ങിയതും, അതേ അച്ഛാ, അവൻ ഈ വീട്ടിലെ ഓരോരുത്തരെയും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. ഇവനെ പോലെയുള്ള ഒരു പെരുങ്കള്ളനെയാണല്ലോ ഈശ്വര ഈ വീട്ടിൽ ഇങ്ങനെ വെച്ച് പൊറപ്പിക്കുന്നതെന്ന് രവി പറഞ്ഞതും, ചന്ദ്രയാണെങ്കിൽ ഇതൊക്കെ ഇവന്റെ നമ്പർ ആയിരിക്കും. ചന്ദ്രേ, നീ നിന്റെ മകനെ അധികം അങ്ങ് സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് രവി അവിടെ വെച്ച് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്ന സമയമാണെങ്കിലോ നമ്മുടെ ശ്രുതി ആകെ മൊത്തം ഷോക്കായി നിൽക്കുക. കഴിഞ്ഞ ദിവസവും കൂടെ പറഞ്ഞതേ ഉള്ളൂ വലിയ ബിസിനസ് ഡീലൊക്കെ നടത്തിയിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്ന്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, ഇതൊക്കെ ഫേക്ക് ആകാൻ അങ്കിളെ സാധ്യത. ശ്രുതി ചില സമയം ആ പാർക്കിൽ പോവാറുണ്ട്. അവിടെ ഒരു ക്ലയന്റ് വരുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അയാളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അയാളുമായിട്ട് ചർച്ച ചെയ്യാനാണെന്ന് പൗഡർ ഏട്ടത്തിയോട് അവൻ പറഞ്ഞതല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ മറ്റൊരു വീഡിയോ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി ആ സെക്യൂരിറ്റി പറയുന്ന മുഴുവൻ കാര്യങ്ങളും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സുധി ആ ഒരു പാർക്കിൽ വന്ന് ചെയ്തു കൂട്ടുന്ന സകല കാര്യങ്ങളും അയാൾ എണ്ണി എണ്ണി പറയുന്നതും, അതുപോലെ ഇതൊരു 2-3 മാസമായി ഈ പരിപാടി ഇവിടെ നടക്കുന്നതെന്ന് കൂടി അയാൾ പറഞ്ഞതും ഒക്കെ കേട്ട് കഴിയുമ്പം ഇതും കള്ളത്തരമായിരിക്കും, ഇവനെ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചെയ്യിക്കും, അയാളെ കൊണ്ട് പൈസ കൊടുത്ത് പറയിപ്പിച്ചതാണെങ്കിലോ എന്ന് ചന്ദ്രമതി അവിടെ വെച്ചൊരു നമ്പർ ഇറക്കി. ഇത് കേട്ടതും വർഷയും ശ്രീകാന്തും ആണെങ്കിലോ, അതെ, ഞങ്ങൾ അന്ന് കാറ് നോക്കാൻ വേണ്ടി ആ കമ്പനിയിൽ പോയില്ലേ, അവിടെ പോയ സമയത്ത് ഇങ്ങനെ ഒരാൾ അവിടെ വർക്ക് ചെയ്യുന്നില്ലെന്നാണല്ലോ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. പിന്നെ എന്തൊക്കെയോ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചിട്ടാണ് സുധി അവിടെ വെച്ച് എന്തോ ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തതെന്ന് വർഷ കൂടി സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി. സുധിയുടെ തീരുമാനത്തില്, സുധിയുടെ ആ ഒരു പെരുമാറ്റത്തിലും സുധിയുടെ ഇപ്പോഴത്തെ നടപടികളിലും ഒക്കെ എന്തോ ചില വശപ്പശകൊക്കെ ഉണ്ടെന്ന്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ മൊത്തത്തിൽ പെട്ടല്ലോ ദൈവമേ, എൻ്റെ പൊന്നുമോൻ വരുന്ന സമയം അവൻ്റെ ജീവിതത്തിൽ ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ എന്നൊക്കെ ആലോചിച്ച് ചന്ദ്ര പേടിച്ച് വരച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഇവർ നിൽക്കുന്ന സമയം നമ്മുടെ സച്ചി പറഞ്ഞു, അതെ, ഇവന്റെ ആ കാർ കമ്പനിയിലെ ആളുണ്ടല്ലോ, അയാൾ പറഞ്ഞത് എന്താണെന്ന് കൂടി കേൾപ്പിച്ച് തരാമെന്ന് പറഞ്ഞ് അയാൾ പറയുന്ന കാര്യങ്ങൾ, ഇവൻ വെറും 2 ആഴ്ച മാത്രമേ ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ അവന് 2 ആഴ്ചക്കുള്ളിൽ തന്നെ ആ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യം ഉൾപ്പെടെ ശ്രുതി കേട്ട് ഷോക്ക് അടിച്ച് നിൽക്കുക. അങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദാ വരികയാണ് നമ്മുടെ ശ്രുതി. എടാ സച്ചി, നിന്റെ ഭാര്യയുടെ പൂക്കട കൊണ്ടുവന്ന് വെക്കാനായിട്ട് വേറെ ഒരിടവും കണ്ടില്ലേ? എന്തൊരു കഷ്ടം ഇത്. വൈകുന്നേരം ആകുമ്പോൾ ഭയങ്കര കൊതുകിന്റെ ശല്യ. ഈ പൂക്കടയാണെങ്കിലോ ഏതേലും സൈഡിലേക്കൊന്ന് ഉന്തിക്കൊണ്ടുപോയി വെക്കാമല്ലോ, അതും ചെയ്യില്ല. എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇങ്ങനെ സച്ചിയും രേവതിയും ഒക്കെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ട് വരികയാണ്. അയ്യോ, ഇത് മുതലാളി ഏത് കമ്പനിയുടെ മീറ്റിങ്ങിനാ പോയതെന്ന് സച്ചി കളിയാക്കിക്കൊണ്ട് ശ്രുതിയോട് ചോദിക്കുക. ആ സമയം കറക്റ്റായിട്ട് നല്ല ഒന്നാന്തരം ഒരു നുണ നമ്മുടെ ശ്രുതിയുടെ വായിന്ന് വീഴുക. ശ്രുതിയാണെങ്കിലോ, അതെ, ഇന്ന് വലിയൊരു കമ്പനി ആയിട്ടുള്ള ഡീലാണ് നടന്നിരിക്കുന്നത്, എനിക്ക് നിന്ന് തിരിയാൻ സമയമേ ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് നല്ലൊരു ഡീലാണ് നടന്നിരിക്കുന്നത്, എന്തായാലും എനിക്ക് പ്രമോഷൻ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് ശ്രുതി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പം, അത് ശരിയാ, നിനക്ക് എന്തായാലും ഇന്നത്തോടു കൂടി എന്തെങ്കിലും ഒരു പ്രമോഷൻ കിട്ടാതെ ഇരിക്കില്ല എന്ന് സച്ചി കൂടി പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി പെട്ട് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ്
ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തൊരു ബെല്ലൈക്കൺ വരും, അത് എനേബിൾ ചെയ്തിടുമ്പം ഓളെന്ന് തന്നെ ഇടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ഒന്നും വരില്ല. അപ്പം ഓക്കെ, താങ്ക്